ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ അറിയുന്ന 1-2 ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എന്നെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം എന്നെ അറിയാത്തവർക്ക് എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് റെനീൻ എന്നാണ്. എൻ്റെ നാട് റെനീൻ ജി എന്നാണ് പേര്. എൻ്റെ നാട് മാനൂരത്താണ്. പലർക്കും എൻ്റെ ഉപ്പയെ പരിചയം ഉണ്ടാവും. ഷെറിൻ സാറ് നേരത്തെ പറയുണ്ടായി. അബ്ദു മാനൂരം UAE-യിലും GCC-യിലൊക്കെ ഒരുപാട് ക്ലാസ്സുകൾക്കൊക്കെ നേതൃത്വം നൽകിയിട്ട് ഇപ്പോഴും ക്ലാസ്സുകൾ ഓൺലൈനായിട്ടൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഒരു ടില്ലൈ സെൻഡിങ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് CEO ആണ്. അപ്പം ആ ഒരു വേയിൽ ഇതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടാനിയയുടെയും നാഷണൽ NSDC നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെയും ഒരു സ്റ്റാർട്ടപ്പ് കോൺടെസ്റ്റിന്റെ ഒരു വിന്നറാണ്. അതോടൊപ്പം ഹീലിംഗ് ലൈറ്റിന്റെ നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പുറമെ ഇന്റർനാഷണൽ മോഡൽ യുണൈറ്റഡ് നേഷൻസിന്റെ ഇന്റർനാഷണൽ ക്യാമ്പസ് അംബാസിഡറുടെയാണ്. അപ്പം ഈ ഒരു മേഖലയിലൊക്കെയാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത്. ഞാൻ ജസ്റ്റ് +2 കംപ്ലീറ്റ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഷെറിൻ സാറാണ് ലിവ് ടു സ്മൈലിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഈ സെയിം ടോപ്പിക്കിൽ, എന്റർപ്രണർഷിപ്പ് ടോപ്പിക്, ഓൺ യുവർ ഫേം എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ UK-യിലും US-ലും മിഡിൽ ഈസ്റ്റിലും ഒക്കെ ആയിട്ട് ഒരു അക്കാഡമി നടക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സെയിം ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. സോ വി ആർ കമ്മിങ് ടു ദ പോയിന്റ്, എന്റർപ്രണർഷിപ്പ്. ഞാൻ നമ്മുടെ പ്രൊമോ വീഡിയോയിലുള്ള പോലെ കാര്യങ്ങളെ കുറിച്ചൊന്നല്ല ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സിമ്പിളായിട്ട് എല്ലാവരും പറയാറുണ്ട്, ദാറ്റ് മീൻസ് ഓക്കെ എന്റർപ്രണർ ആവോ സിമ്പിളാണ്, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാ, വർത്താൻ പറഞ്ഞത് എന്തും പറയാ, ഇതിന്റെ ഒരു പാട് ഓർ ഹൗ ദാറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സംഭവം എന്റർപ്രണർ ആവുക പറഞ്ഞ സിമ്പിൾ തന്നെയാണെന്ന് പറയും. ബട്ട് അത് ഞാൻ ഒരു എന്റർപ്രണറിന്റെ സ്കോപ്പിനെ വളരെ സിമ്പിളായി പറഞ്ഞുതരാം. നമ്മളെല്ലാവരും ഇപ്പം ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റർപ്രണർഷിപ്പിന്റെ സ്കോപ്പ്. ആൻഡ് വി ഹാവ് ടു ബി വെരി ഗ്രേറ്റ്ഫുൾ. ഈ കോവിഡ് പാൻഡമിക്കിന്റെ സിറ്റുവേഷനിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ ഓർ വി ആർ ഫിറ്റസ്റ്റ്, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന ഭാഗത്തിൽ നമ്മൾ ഫിറ്റസ്റ്റ് ആണെങ്കിൽ there is a scope of entrepreneurship. ഞാൻ അതിലേക്ക് I'll say something. ഞാൻ സംസാരിക്കുന്ന I'll be focusing on this all entrepreneurship area in a student perspective. ഒരു സ്റ്റുഡന്റ് പെർസ്പെക്റ്റീവിലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. I'll be moving in such a way. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു 2 മാസം മുമ്പ് ഒരു ഈ ട്രെയിനിങ് മേഖലയിലൊക്കെ ഇന്റർനാഷണലി ഉള്ള ഒരു ഓർഗനൈസേഷൻ, ആ ഓർഗനൈസേഷന്റെ കോഴിക്കോട് ഡിസ്ട്രിക്ട് ലെവലിലുള്ള പ്രോഗ്രാംസിന്റെ അത് സ്മൂത്തപ്പ് ചെയ്യാൻ, സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ നാഷണൽ ലെവൽ ഒരു ട്രെയിനറുടെ കയ്യിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയുണ്ടായി. അപ്പം അതിലേക്ക് കുറെ ആളുകളെ ക്ഷണിച്ച് നമ്മളൊക്കെ, എന്നെയും ഇതുപോലെ കുറച്ച് ബാക്കിയുള്ളവർ എനിക്ക് അത്ര പരിചയമല്ല, അതുകൊണ്ടാണ്. അപ്പൊ എന്നെയൊക്കെ ക്ഷണിച്ചപ്പം ഞാൻ പോയി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ആ നാഷണൽ ലെവൽ ട്രെയിനർ നമ്മളുള്ള അതിന്റെ ഒരു ഡിസ്കഷൻ പാർട്ടില് നമ്മുടെ എല്ലാവരോടും ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഗോൾ, അല്ല എയിം എന്താണെന്ന് ചോദിച്ചു, വാട്ട് യു എയിം അറ്റ് ആൻഡ് ഓൾ. അപ്പം അതിൽ ഒരു കുട്ടി പറഞ്ഞു, ഒരു സ്റ്റുഡന്റ് പറഞ്ഞു, ഐ വാണ്ട് ടു ബിക്കം എൻ എന്റർപ്രണർ, എനിക്കൊരു എന്റർപ്രണർ ആവണം എന്ന് പറഞ്ഞു. ആൻഡ് ഹിസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, ഓക്കെ ഗുഡ്, എന്റർപ്രണർ ആവുന്നത് നല്ല കാര്യമാണ്, ബ്യൂട്ടിഫുൾ. അങ്ങനെ he praised it. After that, his second question was very smooth and simple. എന്തിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസ് എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ദാറ്റ് മീൻസ് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ചിന്താഗതി സ്റ്റുഡൻസ് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഇപ്പം ലെറ്റ് ദം സ്റ്റഡി, ഇപ്പം പഠിച്ചാൽ മാത്രം മതി, വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്നൊരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം അതിലെനിക്ക് ആഡ് ഓൺ ചെയ്യാനുള്ളത്, നമ്മുടെ ഈ ഒരു ടീനേജ് പീരീഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ് നമ്മൾ ഔട്ട്ബോർഡായി ചിന്തിക്കുക, ഒരു ലിമിറ്റ്ലെസ് ആയിട്ട് ചിന്തിക്കുന്ന, നമ്മളെ എനർജി മാക്സിമം എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈം പീരീഡ് ആണ് ഈ ഒരു ടീനേജ് പീരീഡ് അല്ലെങ്കിൽ യൂത്ത് പീരീഡ് എന്നുള്ളത്. അപ്പം ആ ടൈമിൽ കുട്ടികൾക്ക് കുറച്ചുകൂടി അറ്റ്ലീസ്റ്റ് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമെങ്കിലും നൽകണം എന്നാണ്. മീൻസ് ഐ നോ ഓൾമോസ്റ്റ് ഒരുപാട് ആളുകളും ആ ഒരു ലെവലിൽ ഒരു അഡൾട്ട് ആളുകളാണ് എൻ്റെ ലിസണേഴ്സ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്
ഞാൻ നിങ്ങളോടൊരു ഇതുപോലെ പറയാം. ഓക്കെ, സോ ഇന്ന് ഞാൻ 3 കാര്യങ്ങളാണ് എന്റർപ്രണർഷിപ്പിലെ ബേസിക് ആയിട്ട് ഹൗ ടു സ്റ്റാർട്ട്, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളതല്ല, എന്തൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് a problem solving method. Entrepreneurship can be a problem solving method. And the second one is surroundings, or nammada chuttupaad, the environment we live in give us some directions. Okay, it's time to work. Appo nammala environment surroundings namukku theruna opportunities. And the next one is very important, and that is your niche. Okay, anyone have any idea or any entrepreneurs here? Okay, fine. So entrepreneur എന്നുള്ളത് സിംപ്ലി പറയുകയാണെങ്കിൽ ഒരു എന്റർപ്രൈസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓൺ ചെയ്യുക. അതാണ് അതിന്റെ ഏറ്റവും സിമ്പിൾ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദീസ് ഡേയ്സ് നമ്മൾ അതിനെ കുറച്ചുകൂടി ഡിഫറെന്റ്ലി ആയിട്ട് കാണാറുണ്ട്. എന്റർപ്രണേഴ്സ് തന്നെ എന്റർപ്രണർഷിപ്പ് എടുത്താൽ തന്നെ നമുക്ക് കുറെ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരുപാട് വൈഡ് ടോപ്പിക് ആണ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഇസ് എ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഒരു എന്റർപ്രൈസിലേക്ക് എങ്ങനെ ബിഗിൻ ചെയ്യാം, ഹൗ ടു സ്റ്റാർട്ട് ഇറ്റ്. ആസ് ഐ മെൻഷൻ, എ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. നമുക്കറിയാം, ഇപ്പോ നമ്മൾ കാറുകളിൽ സഞ്ചരിക്കുന്നു, ബൈക്കുകളിൽ സഞ്ചരിക്കുന്നു, എയറോപ്ലെയിനിൽ സഞ്ചരിക്കുന്നു, ഓർ എനി ഡെവലപ്മെന്റ് വി ഹാവ് ടുഡേ, ഓർ എനി ടെക്നോളജി വി ഹാവ് ടുഡേ is because of a problem or solving a problem. Or mobile phone. Okay, we can take an example, mobile phone. Mobile phone എന്ന് പറയുന്ന ഒരു ഡിവൈസ്, ഒരു ഇലക്ട്രോണിക് ഡിവൈസ് നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്ഫുൾ ആക്കിയിട്ടുണ്ട്. ഇൻ ഏർലി പീരീഡ്സ്, ഇതിന്റെ ആദ്യ കാലങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആക്കുക എന്നുള്ള ഒരു ദൗത്യമായിരുന്നു മൊബൈൽ ഫോൺ ചെയ്തിരുന്നത്. And the problem was, we want to communicate. നമുക്ക് ഒരു മെസ്സേജ് മറ്റുള്ള ഒരു സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ it took months or weeks. പോസ്റ്റ് ചെയ്യണം, എഴുതി അറിയിക്കണം, പറഞ്ഞറിയിക്കണം, ദൂരെയുള്ള ആളാണെങ്കിൽ അവിടെ പോയി അറിയിക്കണം. ആൻഡ് മൊബൈൽ ഫോൺ വന്നതോടുകൂടി അത് സിമ്പിൾ ആയി. വി ക്യാൻ ടോക്ക് വിത്ത് ദം. ടെലിഫോൺ വന്നു, ബൈ ടോക്കിംഗ്. ആൻഡ് നൗ വി ഹാവ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം യാത്ര സുഖകരമാക്കാനാണ് എല്ലാ ഓട്ടോമൊബൈൽസും ഇവിടെ വന്നിട്ടുള്ളത്. കാറുകളും ബൈക്കുകളും ആൻഡ് എനിത്തിങ്. നമ്മുടെ യാത്രയും നമ്മുടെ ഗുഡ്സ് ക്യാരിങ് ഒക്കെ വളരെ സിമ്പിൾ ആക്കാൻ. ആൻഡ് അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഷെറിൻ സാറിനെ അഡ്രസ് ചെയ്യുന്ന ടിലേഷ് ലെൻഡിങ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ്. ദാറ്റ് ഈസ് എ സ്റ്റാർട്ടപ്പ് കമ്പനി. അതിന്റെ ഫസ്റ്റ് ലെവൽ വി കോൾ ഇറ്റ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. കമ്മ്യൂണിറ്റി ബിൽഡിംഗിന്റെ സെക്കൻഡ് ലെവലിലേക്ക് കടന്നിട്ടേ ഉള്ളൂ. ആൻഡ് വി ഹാവ് അവർ QRD ബിഹൈൻഡ് us. ഐ തിങ്ക് യു വിൽ ബി ഫെമിലിയർ വിത്ത് QRD, ക്വാളിറ്റി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അതും ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം അങ്ങനെ പോകുന്നൊരു വളരെ മിനിമൈസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. വി ആർ വർക്കിംഗ് ഓൺ എക്സ്പാൻഡിങ് ഓൾ ദോസ് തിങ്സ്. അപ്പം ദാറ്റ് വാസ് അതൊരു പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ്. അല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസ് നമ്മൾ ബിഗിൻ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു തോട്ട് വന്നിട്ടുള്ളത് ഈ ഒരു പ്രോബ്ലം സോൾവിംഗ് മെത്തഡോളജി, അല്ലെങ്കിൽ ആ ഒരു വേ, ആ ഒരു വ്യൂവിലാണ് ഈ ഒരു കമ്പനി രൂപം കണ്ടിട്ടുള്ളത്. ഇപ്പം ഓൾമോസ്റ്റ് മാർച്ചിലൊക്കെയാണ് ഞാൻ +2 എക്സാംസിന്റെ സമയത്ത് ലോക്ക്ഡൌൺ വന്നു. വി ഹാവ് ബീൻ ഇൻ ഹോം, വീടുകളിലായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് നോട്ട് മൈ ഓൺ, വി ആർ എ ഗ്രൂപ്പ് ഓഫ് ടീം. ഞാനും 1-2-3 ഫ്രണ്ട്സും. അപ്പം ഈ ഒരു ഐഡിയ ഫസ്റ്റ് വന്നത് നമ്മൾ +2 എക്സാമിന് കമ്പൈൻസിഡ് നടത്തുമ്പോഴാണ്. ഓക്കെ, വി ഹാവ് ഇവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, ഓർ വി ക്യാൻ ഡു സംതിങ് ഇൻ ദ ഏരിയ ഓഫ് അഗ്രികൾച്ചർ. ആൻഡ് ദിസ് ടിലേഷ് ലെൻഡിങ് ഈസ് ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ സെക്ടറിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ടിലേഷ് ലെൻഡിങ്. അപ്പം ഓക്കെ, അവിടെ കുറെ സ്കോപ്പ് ഉണ്ട്. +2 മാർച്ചിലെ എക്സാംസ് ഒക്കെ ഇടയിൽ ലോക്ക്ഡൌൺ വന്നു. ലോക്ക്ഡൌൺ വന്നപ്പം ആസ് യു ഓൾ നോ, എല്ലാവരും കൃഷിയിലേക്ക് പോകാൻ തുടങ്ങി. എല്ലാവരും വീണ്ടും കൈക്കോട്ടൊക്കെ എടുത്ത്, ഞാൻ സ്പീക്കിംഗ് ഫ്രം കേരളത്തിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇങ്ങനെ എല്ലാവരും പോകാൻ തുടങ്ങി. ഇപ്പം കൃഷിയൊക്കെ തകൃതിയായി നടന്ന് ഇപ്പം ഓക്കെ, വി തോട്ട് ഓക്കെ ദിസ് ഇസ് ദ ബെസ്റ്റ് ടൈം ടു ആക്ട്, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു ടൈമാണെന്ന് വിചാരിച്ചു. ബട്ട് ഈ ടിലേഷ് ലെൻഡിങ് എന്നതിന്റെ മീനിങ് തന്നെ കൃഷി ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അവർ വിഷൻ വാസ് ടു മേക്ക് ഇറ്റ് സോ.
ആ വിഷൻ നടപ്പാക്കുന്നുണ്ട് ആൻഡ് വി വർ ഹാപ്പി. ഓക്കെ, വിഷൻ നടപ്പായി കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ജൂൺ സ്റ്റാർട്ടിങ്ങിൽ അൺലോക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ജൂൺ ഫസ്റ്റോട് കൂടി അൺലോക്കിംഗ്, അതിന്റെ ഇടയിൽ നമ്മുടെ വേറെ കുറച്ച് വർക്ക്സ് ഒക്കെ നടക്കുന്നുണ്ട്. വി കോൾ ഇറ്റ് നമ്മളെ മീൻ കമ്പനിക്ക് ഓതറൈസ്ഡ് ആയിട്ട് വേണ്ട കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇടയിൽ നടന്നിട്ടുണ്ട്. അപ്പം ദ പോയിന്റ്, ആ പ്രോബ്ലം സോൾവിങ് എത്തുന്നത് ജൂൺ സ്റ്റാർട്ടിങ്ങിലാണ്. ജൂൺ സ്റ്റാർട്ടിങ്ങിൽ അൺലോക്കിംഗ് തുടങ്ങിയപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ ദി വാണ്ട് ടു ഗോ ടു ഓഫീസ് ആൻഡ് ഓൺ, ഓഫീസിലേക്കും മറ്റിടങ്ങളിലേക്കോ പോകേണ്ടി വന്നു. സോ ഓക്കെ, ആൻഡ് അവർ അത്രയും കാലം ചെയ്തിട്ടുള്ള കൃഷി ദാറ്റ് വാസ് എസൈഡ്, അതിലേക്ക് ടൈം കൺസ്യൂം ചെയ്യാനില്ല. ദേ ഡോണ്ട് ഹാവ് മച്ച് ടൈം ടു ഗിവ്, അല്ലെ ഈ കൃഷിക്ക് വേണ്ടി ഒരുപാട് സമയം മാറ്റി വെക്കാനില്ല. അപ്പം അങ്ങനെ കൃഷിയുമായിട്ട് അധികം ടൈം സ്പെൻഡ് ചെയ്യായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആൻഡ് വി വാണ്ട് ടു മേക്ക് ഇറ്റ് എ ഷോർട്ട് സ്പാൻ ഓഫ് തിങ്. പെട്ടെന്ന് കൃഷിയായിട്ട് ആളുകൾക്ക് ആകർഷണം ഉണ്ടാവാനും അതിലേക്ക് ഇറങ്ങാനും നമ്മൾ എന്താണ് അവസരം ഉണ്ടാക്കി കൊടുക്കണം. ആൻഡ് ദാറ്റ് വാസ് എ സ്പാർക്ക് വി ഗോട്ട്. ആൻഡ് സ്റ്റിൽ വി ഹാവ് 1-2 products customization ആണ്. ആൻഡ് വി ആർ മേക്കിംഗ് ഇറ്റ് സിമ്പിൾ ആൻഡ് ഈസിയർ ബൈ കസ്റ്റമൈസിങ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നോട്ട് സ്റ്റിൽ സ്റ്റാർട്ടഡ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ സെയിൽസും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ മെൻഷൻ മൈസെൽഫ് ഫൗണ്ടർ ആൻഡ് സിഇഒ ആൻഡ് മൈ ഫ്രണ്ട് എന്ന രണ്ടുപേരാണ്. ആൻഡ് ടു ബി ഫ്രാങ്ക് ഓർ ടു ബി ഹോണസ്റ്റ്, ഞാൻ ഈ സംഭവം എല്ലായിടത്തും പറയുന്നത് ആ ഒരു കമ്പനി നിലനിൽക്കും. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞു, അപ്പൊ നിങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് ചോദിക്കും ആ കമ്പനിയൊക്കെ പൂട്ടിപ്പോയോ. അപ്പം ഈ ഒരു സംഭവം ഉണ്ട് എന്നതിലുപരി എനിക്ക് തന്നെ ഒരു വിശ്വാസ്യത വരാനാണ്. ഐ വാണ്ട് ടു പ്രൂവ് ഇറ്റ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എന്നോട് തന്നെ എന്തുണ്ടാവും, ഒരു ഐ വാണ്ട് ടു ഡിഫീറ്റ് മൈസെൽഫ്. ഞാൻ പറഞ്ഞ കാര്യത്തിലെ പ്രൂവ് ചെയ്യാൻ എന്നുള്ളൊരു ബാധ്യത ഞാൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ ടൈറ്റിലായിട്ട് ഇപ്പോൾ അത് യൂസ് ചെയ്യുന്നത്. Okay, that is a problem solving method. And the second one is our surroundings. നമ്മുടെ എൻവയോൺമെന്റ് നമുക്ക് ഒരുപാട് ക്ലൂസ് തരും. ഓക്കെ, കം ഓൺ, ദിസ് ഇസ് എ ടൈം ടു ആക്ട്. ഓക്കെ, വർക്ക് ഓൺ ദിസ് ഏരിയ, വർക്ക് ഓൺ ദാറ്റ് ഏരിയ ആൻഡ് ഓൾ. ആൻഡ് ടു ബി വെരി സിമ്പിൾ, നമ്മുടെ ഈ കൊറോണ COVID-19 സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഗ്ലൗസസിന്റെയും അതുപോലെ സാനിറ്റൈസേഴ്സ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഡിമാൻഡ് കൂടി. ആൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്. ദാറ്റ് ഈസ് ഇൻ എ എക്കണോമിക് പെർസ്പെക്റ്റീവ്. ഒരു എക്കണോമിക് പെർസ്പെക്റ്റീവിൽ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കും. ആൻഡ് ഇൻ എ ഡിഫറെന്റ് വേ, എനിവൺ ഈസ് ഫെമിലിയർ വിത്ത് ജാക്ക് ഫ്രൂട്ട് 365? ആർക്കെങ്കിലും ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് അറിയോ? എനിവൺ? ആ പ്രൊഡക്ട്സ് കണ്ടവരോ വാങ്ങിയവരോ ഉപയോഗിച്ചവരോ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഉബൈദ് സഖാഫി ഇല്ല, ഉബൈദ് സഖാഫി ഇല്ല. So nobody knows. Okay, so ആരും കണ്ടിട്ടില്ല. ഓക്കെ, then I'll say ജെയിംസ് ജോസഫ് എന്ന് പറയുന്ന ഒരു എന്റർപ്രനർ ആണ്. ആൻഡ് ആ സ്റ്റോറി, അദ്ദേഹം എന്റർപ്രനർഷിപ്പിലേക്ക് എത്തിയ സ്റ്റോറി വളരെ ബ്യൂട്ടിഫുൾ ആണ്. ആൻഡ് ഹി വാസ് വർക്കിംഗ് ഫോർ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്യുന്നു. യൂറോപ്യൻ കൺട്രീസിൽ സെറ്റിൽഡ് ആയി. പിന്നെ നാട്ടിലേക്ക് വരണം തോന്നി, നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വന്നു. ആൻഡ് ഇവിടെ നിന്ന് വർക്ക് അറ്റ് ഹോം ആയിട്ട് ഫോറിൻ കൺട്രീസിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹീസ് എ ബിടെക് ഗ്രാജുവേറ്റ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു ബിടെക് മാൻ ആണ്. ആൻഡ് ഹി കംപ്ലീറ്റഡ്. അങ്ങനെ പിന്നെ നാട്ടിൽ തിരിച്ചു വന്ന് വർക്ക് അറ്റ് ഹോം. ഓക്കെ, അങ്ങനെ അദ്ദേഹം ഒരു പുസ്തകം എഴുതാനിരിക്കുകയാണ്. ഹീസ് സ്റ്റാർട്ടിങ് ടു ബിഗിനിങ് ടു റൈറ്റ് എ ബുക്ക്. ഇങ്ങനെ ഒരു പുസ്തകം എഴുതാനിരിക്കുന്നുണ്ട്. ഇപ്പം എഴുതാനിരിക്കുമ്പോൾ ഓക്കെ, ഹി ഹാസ് എ ബുക്ക്, പെൻ ആൻഡ് ഓൾ. ആൻഡ് സൈഡിൽ ഒരു വിൻഡോ ഉണ്ട്. അപ്പം വിൻഡോന്റെ പുറത്തുള്ളത് ഒരു പ്ലാവാണ്. ആൻഡ് അപ്പം ഇദ്ദേഹം ഒക്ടോബർ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിലും ഇന്റർവ്യൂന്നൊക്കെ കിട്ടിയ കണ്ടന്റ്സ് ആണ് കേട്ടോ. അപ്പം അദ്ദേഹം ഒക്ടോബർ 2 ഗാന്ധി ജയന്തി അന്നാണ് പുസ്തകം എഴുതാൻ ബിഗിൻ ചെയ്യുന്നത്. ആൻഡ് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇറ്റ്. അപ്പം അന്ന് മുതൽ ഈ ചെറിയ ചക്കയും വലുതാവാൻ തുടങ്ങി. ഡേ പാസ്റ്റ്, അദ്ദേഹം ഓരോ പേജ് എഴുതുന്നതനുസരിച്ച് ഈ ചക്ക വലുതായി വരാൻ തുടങ്ങി. ആൻഡ് ഗോയിങ് ഓൺ അറ്റ് ദ എൻഡ് ദാറ്റ് ബിക്കേം എ ബേബി ഹിപ്പോപ്പൊട്ടാമസ്. ഒരു ചെറിയ ഹിപ്പോപ്പൊട്ടാമസ് പോലെ, ദാറ്റ് മീൻസ് ഇറ്റ്സ് സൈസ്. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഞാൻ അതിന്റെ റിസൾട്ട് അറ്റ് ദ എൻഡ്, വാട്ട് ഇസ് ദ റിസൾട്ട് ഐ വിൽ ടെൽ. അതിന്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങൾ, അതിലേക്ക് നമ്മൾ പിന്നെ വരാം. കഴിഞ്ഞ കേരളത്തിലെ 2018 ഐ തിങ്ക് ഇറ്റ്സ് ഓൺ
2018 or 19. ആ ബജറ്റിൽ, ആനുവൽ ബജറ്റിൽ ചക്കയെ കുറിച്ച് പഠിക്കാൻ വേണ്ടി മാത്രം 5 crore rupees ആണ് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. And that thought came from writing a book, watching a jackfruit outside in പ്ലാവിൽ ഈ ചക്ക കണ്ടപ്പം ഉണ്ടായ ഒരു സ്പാർക്കാണ് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് അതിന്റെ ആനുവൽ ബജറ്റിൽ ഒരു ഫ്രൂട്ടിന് വേണ്ടി മാത്രം, അതിന്റെ സ്റ്റഡീസിനും അതിന്റെ സയന്റിഫിക് പഠിക്കാനായിട്ടും അതിന്റെ പ്രൊമോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 5 crore rupees ഇൻവെസ്റ്റ് ചെയ്യാം. ആൻഡ് അതേ സെയിം വർഷത്തിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു നാഷണൽ ഫ്രൂട്ട് വി കോൾ, ദേശീയ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ ഈ വകുപ്പ്, ഫോറസ്റ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആ കൃഷി വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ചക്കയെ നമ്മുടെ ദേശീയ ഫലമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ആൻഡ് ദാറ്റ് ഓൾ ബിഗിൻ ഫ്രം എ സ്പാർക്ക് ഓഫ് സീയിങ് എ ഗ്രോത്ത് ഓഫ് എ സ്മോൾ ജാക്ക് ഫ്രൂട്ട്. ആൻഡ് അതിന്റെ ഇടയിൽ നടന്ന സംഭവം, ദർ ആർ സംതിങ് മോർ. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റഡീസിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു എന്റർപ്രണർഷിപ്പ് സ്റ്റൈലിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, എനിത്തിങ് വി ഗോട്ട് ഇൻ ടുഡേസ് ലൈഫ് or in 21st century we must make it scientifically proven. അത് ഒരുപാട് എന്റർപ്രണേഴ്സ് ഉണ്ട്, ഒരുപാട് ഫ്രൂട്ട്സിലും അങ്ങനെ പല കാര്യങ്ങളും വർക്ക് ചെയ്യുന്ന എന്റർപ്രണേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ടൈമിൽ എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യേ അല്ലെങ്കിൽ ഇങ്ങനെ സയന്റിഫിക്കലി പ്രൂവൺ ഡാറ്റ ആവശ്യമായതായിട്ടുള്ളതുണ്ടാവും, ആവശ്യമില്ലാത്തതുണ്ടാവും. അപ്പം അങ്ങനെ ആവശ്യമുള്ളതാണെങ്കിൽ, എസ്പെഷ്യലി ദാറ്റ് ഈസ് ഫുഡ് ഹൈജീൻ അങ്ങനെയൊക്കെ ബന്ധപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സയന്റിഫിക് ആയിട്ടുള്ള ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വി മസ്റ്റ് ബി ഏബിൾ ടു ഡു സോ. ആൻഡ് ദാറ്റ് ഹാസ് മെയ്ഡ് എ ബിഗ് ഡ്രാസ്റ്റിക് ചേഞ്ച് ഇൻ ദ വേൾഡ് ഓഫ് ഡയറ്റീഷ്യൻ ഓർ നമ്മളെ ഡയറ്റിന്റെ കാര്യത്തിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടാക്കിയ ഒരു സ്റ്റഡിയാണ് ഇദ്ദേഹത്തിൻ്റെത്. നമുക്കറിയാം ഡയബറ്റീസ് എന്ന് പറയുന്ന ഡിസീസ്, പ്രമേഹം എന്ന് പറയുന്ന ഡിസീസിൽ അതിനൊരു റിവേഴ്സ് ബാക്ക് ഇല്ല എന്നായിരുന്നു അത്രയും കാലത്തെ പഠനം കാണിച്ചിരുന്നത്. ഓർ ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് ജാക്ക് ഫ്രൂട്ട് 365 എന്ന് പറയുന്ന ഒരു കമ്പനി വരുന്നതിന് മുമ്പ് ലോകത്ത് പ്രമേഹത്തിന് ഒരു ഗോ ബാക്ക് ഇല്ല. പ്രമേഹം വന്നാൽ, ഒരാൾക്ക് പ്രമേഹം ഉണ്ടായാൽ ലൈഫ് ലോങ് അദ്ദേഹം പ്രമേഹ രോഗിയായി നടക്കും എന്നായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദിസ് സിഡ്നി യൂണിവേഴ്സിറ്റിയിലാണ് സയന്റിഫിക് സ്റ്റഡീസ് കൊണ്ടുവരുന്ന ഭാഗം പറയാണ് ഇദ്ദേഹം, ജെയിംസ് ജോസഫ് എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിന്റെ ഫൈൻഡിങ്സ് പ്രൂവ് ചെയ്തു. ആൻഡ് സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അതിന് അപ്രൂവലും കിട്ടി. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് ഹി നെവർ ന്യൂ, അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു സത്യം ഉണ്ട്. വെച്ചാൽ ഒരാൾക്ക് പ്രമേഹം വന്നാൽ അദ്ദേഹത്തിന് പ്രമേഹം മാറില്ല എന്നുള്ളൊരു സംഭവം ഹി വാസ് നോട്ട് അവെയർ അബൌട്ട് ദാറ്റ്. അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആൻഡ് ഹി ഡോണ്ട് നോ മോർ അബൌട്ട് ദിസ് ഡയറ്റിംഗ് തിങ്സ് ആൻഡ് ഓൾ. ഈ നമ്മളെ ഫുഡിന്റെയും ഈ കലോറി സംഭവത്തെ കുറിച്ച് അദ്ദേഹത്തിന് കൂടുതൽ അറിയില്ലായിരുന്നു. ആൻഡ് ഹി ടോൾഡ് ദാറ്റ് വാസ് ഹിസ് പോയിന്റ്. തന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയും തന്റെ അറിവില്ലായ്മയുമാണ് തന്നെ ഒരു എന്റർപ്രണർ ആക്കി മാറ്റിയത്, അല്ലെങ്കിൽ ഇറ്റ്സ് ഫുള്ളസ്റ്റ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇഫ് വി ഹാവ് നത്തിങ് വി ഹാവ് ദ ഏർജ് ടു ഫൈൻഡ് എവറിഥിങ് ആൻഡ് ഗ്രാബ് എവറിഥിങ്. നമ്മൾക്ക് ഒരു വിഷൻ, ഒരു ടോപ്പിക്കിൽ, ഒരു കണ്ടന്റിൽ ഒരു വിഷൻ ഉണ്ടാവുകയും ആ വിഷൻ അല്ലെങ്കിൽ ആ ഒരു സ്പാർക്കിനെ അതിനെ അറ്റ്മോസ്റ്റ് ടോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും അറിയാത്ത സാധനമായിരിക്കാം, ബട്ട് വിൽ ബി ഗിവിംഗ് ഔട്ട് അവർ കംപ്ലീറ്റ് എഫേർട്ട്. ആൻഡ് ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്ക് ഐഡിയ ഒക്കെ വന്ന് വിഷനൊക്കെ വന്ന് പക്ഷേ വർക്ക്ഔട്ട് ആവുന്നില്ല, ഹാർഡ് വർക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ദാറ്റ് മീൻസ് അങ്ങനെ ഒരാൾക്ക് വന്നിട്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് ഹിസ് വിഷൻ. ആ ഒരു വിഷൻ സ്റ്റേറ്റിലേക്ക് ആ ഒരു സ്പാർക്കിനെ ഐഡിയ എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ യാഥാർത്ഥ്യം. ഒരാൾക്ക് അങ്ങനെ ഒരു വിഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ടു ദ ഫുള്ളസ്റ്റ് ആൻഡ് ഫോർ ദ ഷുവറസ്റ്റ് ഹി വിൽ ബി വർക്കിംഗ് ഹാർഡ് ഓൺ ഇറ്റ്. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ്, ദാറ്റ് ഈസ് അവർ ഓക്കെ. ആൻഡ് ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ ഓക്കെ, നമ്മൾ ഈ പ്രോബ്ലം സോൾവിംഗ് ആണെങ്കിലും നമ്മളെ സറൗണ്ടിങ്സിൽ നിന്ന് കിട്ടുന്ന ഐഡിയാസ് വെച്ച് എന്റർപ്രണർ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും വി മസ്റ്റ് ബി അപ്ഡേറ്റഡ്. നമ്മൾ എല്ലാ കാര്യവും അതിന്റെ ഡെയിലി അപ്ഡേറ്റ്സ് നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കും. നമ്മൾ വർക്ക് ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും ലോകത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദ വേൾഡ് അബൌട്ട് ദാറ്റ് ടോപ്പിക്. ഇപ്പം ഞാൻ പറയാം, ടിലേഷനിങ് അഗ്രികൾച്ചറൽ ഫീൽഡിലുള്ള ഒരു എന്താ പറയാ കമ്പനിയാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ആൻഡ് ഐ യൂട്ടിലൈസ് മൈ ടൈം
on reading or articles or going through news, watching videos and all, relate to the latest news regarding to that. Latest ആയിട്ടുള്ള അപ്ഡേഷൻസിനെ കുറിച്ച് നമ്മൾ ബോധേഡ് ആയിരിക്കണം. And we must be implementing all those things to all those things. That is it. നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. And the next thing is our niche. അടുത്ത കാര്യം is നമ്മുടെ niche. Anyone know what is a niche? നിഷിനെ കുറിച്ച് എന്തെങ്കിലും ധാരണ, ഐഡിയ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, സോ ഞാൻ നിങ്ങളോട് നേരത്തെ ഒരു കാര്യം പറയണ്ടേ ഇതിന്റെ ബിഗിനിങ്ങിൽ. ഓക്കെ ഫൈസ്, ഓക്കെ, നോ ഐഡിയ. സോ ബിഗിനിങ്ങിൽ ഒരു കാര്യം ഉണ്ടായി. നമ്മൾ ഈ ലോകത്ത് ഇപ്പോൾ നിലനിൽക്കുന്നു എന്നതിനൊരു കാരണമുണ്ട്. ഓർ വി ആർ ഹിയർ. ഇഫ് വി ആർ ഹിയർ, നമ്മുടെ ദ ഗോഡ് ഓൾമൈറ്റി, നമ്മുടെ ദൈവം തമ്പുരാനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ബാധ്യതകളുണ്ട്, ഓരോ അവസരങ്ങളുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് യുവർ സ്കോപ്പ് ഓഫ് എന്റർപ്രണർഷിപ്പ്. കഴിവുകളില്ലാത്ത ഒരു മനുഷ്യന്മാരും ഇല്ല. എവ്രി വൺ ഈസ് ഹാവിങ് സ്കിൽസ് ഓർ സംതിങ്. ചില ആളുകൾക്ക് വരയ്ക്കാൻ കഴിവുള്ളവരുണ്ടാവും, എഴുതാൻ കഴിവുള്ളവരുണ്ടാവും, പാടാൻ കഴിവുള്ളവരുണ്ടാകും, പറയാൻ കഴിവുള്ളവരുണ്ടാകും, കോഡിങ്ങിൽ കഴിവുള്ളവരുണ്ടാവും. അങ്ങനെ കഴിവ് എന്ന് പറയുന്നത് ഒരു വൈഡ് ഏരിയ ആണ്. ദർ ആർ ലോട്ട്സ് ഓഫ് സ്കിൽസ് അറൗണ്ട് ദ വേൾഡ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് യുവർ നിഷ്. ഇപ്പം ഈ ലോക്ക്ഡൌൺ ടൈമിലൊക്കെ ഒരുപാട് ആളുകൾ എന്റർപ്രണേഴ്സായി സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. ദാറ്റ് മീൻസ് ഒരുപാട് വീടുകളിൽ വാട്ട് ക്യാൻ വി സേ, കേക്സിന്റെ ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്. മീൻ കേക്ക് ഉണ്ടാക്കി വിൽക്കുക, അതുപോലെ കാർഡ്സ് ഒക്കെ ഉണ്ടാക്കി വിൽക്കുക. ഇങ്ങനെ വുമൺ എന്റർപ്രണർഷിപ്പ് ദാറ്റ് വാസ് ഗോയിങ് സ്മൂത്ത് ഓർ ദാറ്റ് ഹാസ് എ റൈസ് ആൻഡ് വെൽ. അപ്പം അതുപോലെ എല്ലാവർക്കിടയിലും ഒരു പേൾ, ഒരു ഡയമണ്ട് ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ആൻഡ് എവ്രി വൺ നോസ് ഇറ്റ്. ചില ആൾക്കാർ അത് പുറത്ത് എക്സ്പ്രസ് ചെയ്യാത്തവരുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നവരുണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓക്കെ, ഒരാൾ പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല, ഞാൻ എന്താണ് അങ്ങനെ കഴിവൊന്നുമില്ലാത്ത ഒരാളാണ്, പാടാനും പറയാനും ഒന്നും അറിയില്ല എന്ന്. അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഹി ഹാസൻ ഡിസ്കവേർഡ് ഹിംസെൽഫ്. അങ്ങനെ ഒരാൾക്ക് ടു ബി സെൽഫ്, ഒരു പൂർണ്ണതയോടെ ഒരാൾക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. നോ വൺ ക്യാൻ ടു ബി സ്വന്തത്തോടെ എനിക്കൊന്നുമില്ല എന്ന് പറയാൻ കഴിയില്ല. ദർ ഇസ് സംതിങ് ഇൻ എവ്രി വൺ. ആ ഒരു ടാലന്റിനെ യൂസ് ചെയ്യുന്നതാണ് ദിസ് നിഷ്. ദിസ് നിഷ് ഇസ് അവർ പാഷൻ വിത്ത് ലവ് ആൻഡ് അഫെക്ഷൻ ടുവാർഡ്സ് ദാറ്റ് തിങ്. ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു നിഷ് നമ്മൾ എന്റർപ്രൈസ് ചെയ്യുക അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇറ്റ് സെക്കൻഡ് തിങ്. ഓർ നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് നിഷ്. ഈ നിഷ് എന്ന് പറയുമ്പോൾ ഇനിഷ്യലി നമുക്ക് വേണ്ടാത്തൊരു സംഭവമുണ്ട്. നമ്മൾ നേരത്തെ ഒരു സംഭവം പറയാൻ, നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം. വാട്ട് ഈസ് ഗോയിങ് അറൌണ്ട് ദ വേൾഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഓൾ. അതിനെ കുറിച്ചൊക്കെ വളരെ ബോധേഡ് ആയിരിക്കണം എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഇനിഷ്യലി നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഇറ്റ്. എനിക്കുള്ള ഒരു കഴിവ് ഞാൻ അത് സ്വന്തം ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിനെ ആരും കമ്പൽ ചെയ്യേണ്ടേ, ഞാൻ തന്നെ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ദാറ്റ് വിൽ ബി ഓട്ടോമേറ്റഡ്. അത് ഓട്ടോമേറ്റഡ് ആയിട്ട് ഒരു പ്രോസസ്സ് പോലെ ഞാൻ നടന്നുകൊണ്ടിരിക്കും. ഐ വിൽ ബി ഗ്രാബിങ് എവറിഥിങ് വാട്ട് ഈസ് ടു ബി ഡെവലപ്പ് മൈസെൽഫ്. അത് ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും അത് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരാള് ഇപ്പം ഞാനിപ്പം ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഐ വിൽ ബി അപ്ഡേറ്റിംഗ് മൈസെൽഫ് ടു ഗിവ് ക്ലാസ്. ഒരു ചിത്രകാരനുണ്ട്, ആ ചിത്രകാരന് ചിത്രം വരയ്ക്കാനുള്ള ടൂൾസും ഐഡിയാസും കാര്യങ്ങളും സെൽഫായിട്ട് അത് റിഫോം ആയി വരും അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയി വരും. ഒരു ഡ്രോയിങ് മീൻ ഒരു ചിത്രകാരന്മാരും ഒരു ഡ്രോയിങ് അല്ലെങ്കിൽ സെയിം ഡ്രോയിങ്സ് 2-3 ഒരു 10 തവണ വരയ്ക്കില്ല. വി നോ ദാറ്റ്. ഒരാൾ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ അടുത്ത ചിത്രം വരയ്ക്കുമ്പോൾ അതിൽ പെർഫെക്ഷൻ കൂടും, അപ്ഡേഷൻ കൂടും, ദ ഏരിയ വിൽ ബി വൈഡൻ. അതിന്റെ പിന്നിലുള്ള ചിന്താദർശന വൈഡൻ ആയിട്ടുണ്ടാവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും, സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ഡ്രോയിങ് ആണെങ്കിലും ഇൻ എനിത്തിങ് ആ ഒരു വൈഡൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഈ ഒരു നിഷയ്ക്ക്. ആൻഡ് ഷെറിൻ സാർ എൻ്റെ ഉപ്പയെ കുറിച്ച് പറയുകയുണ്ടായി. മൈ ഫാദർ വളരെ എങ്ങനെ പറയാ, ഒരു നേരത്തെ പറഞ്ഞില്ലേ നമ്മളെ സറൗണ്ടിങ്സ് നമുക്ക് കാണിച്ചു തരും വാട്ട് വി ഹാവ് ടു ഡു. അങ്ങനെയാണ് എൻ്റെ ഉപ്പ ഈ ട്രെയിനിങ്ങിലേക്ക് എത്തിയിട്ടുള്ളത്. Many knows my father. I'm talking in such a way.
So he was a teacher ആണ് ടീച്ചിങ്ങിൽ നിന്ന് ട്രെയിനിങ്ങിലേക്ക്. that was a fast and furious updation, and that fast and furious updation was rose him from a local man here in Kodulli or in the നാട്ടിലുള്ള ഒരു സാധാരണ മനുഷ്യൻ എന്നതിൽ നിന്ന് ഒരു ഇന്റർനാഷണൽ ലെവൽ ട്രെയിനറിലേക്ക്, ഓതറൈസ് ആൻഡ് സർട്ടിഫൈഡ് ട്രെയിനറിലേക്ക് വളരെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ കഴിയും. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ വർക്കുകൾ, ആ അപ്ഡേഷൻസ്, ഹാർഡ് വർക്ക്സ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കും. ആൻഡ് ഓക്കെ, അങ്ങനെ കുറച്ചു കാലം വേറൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുണ്ടായി. ഇങ്ങനെ അവിടെ ആ ഒരു വർക്കിംഗ് കഴിഞ്ഞേരെ ഓട്ടോമാറ്റിക്കലി ഓക്കെ, ഇനി എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? ചാറ്റ് ബോക്സ് ഫിൽ ആയതുകൊണ്ട് ചോദിച്ചാണേ. Okay, someone no, it's okay, go ahead please. Okay, so അങ്ങനെ സ്വന്തമായിട്ട് ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യണ്ടായി. ആൻഡ് മൈ ഫാദർ ഇറ്റ് സെൽഫ് ഡെവലപ്ഡ് ലോട്ട്സ് ഓഫ് കരിക്കുലംസും അതുപോലെ കാര്യങ്ങളൊക്കെ. ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമല്ലേ, എന്താ പറയാ, ഒരു നിഷ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഐഡന്റിഫൈങ് ഇറ്റ് സെൽഫ്, യു വിൽ ബി എക്സ്പെർട്ടൈസ് ഇൻ ഓൾ ദീസ് ഏരിയാസ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. My father is not a motivational trainer or something like that, but he has made changes or magics in lots of life. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ എൻ്റെ പുക സാധിച്ചിട്ടുണ്ട്. And more than that, he could help lots of students who is struggling to learn. പഠിക്കാൻ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. And that is the second point what we call in entrepreneurship. I think you are okay with the points of this problem solving, what our surroundings or environment give us, and the niche. I think you are all okay. And ഈ എല്ലാ entrepreneurshipന്റെ നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഒരു വോളണ്ടിയറിംഗ് ആണ്. ഞാൻ വീണ്ടും ജെയിംസ് ജോസഫിന്റെ ലൈഫിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു മലയാളി, ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു നോർമൽ രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ഫോറിൻ IT കമ്പനിയിൽ നല്ലൊരു ജോലി, ആൻഡ് അവിടെ സെറ്റിൽ ആവാനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും കമ്പനി അത് കൊടുക്കുന്നുണ്ട്. അവർ സെറ്റിൽ ആവുകയും ചെയ്ത്. ആൻഡ് ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതത്തിൽ അതിലും കൂടുതൽ എന്താണ് നേടാനൊന്നുമില്ല. ഇപ്പം കരിയർ സംബന്ധമായിട്ടാണെങ്കിലും ലൈഫായിട്ടാണെങ്കിലും ഒക്കെ ഒരു സെറ്റിൽ ലെവലാണ്. അവിടെ നിന്നും അദ്ദേഹത്തിന് ലഭിക്കാതെ പോയ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബീങ് എ പാർട്ട് ഓഫ് ദ വേൾഡ്. ലോകത്തിന് തണലേകാനുള്ള ഓർ സാന്ത്വനമേകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതവിടെ മിസ്സായിട്ടുണ്ട്. We can do donations, we can do charity, and that is not the world needs from us. നാം ഓരോരുത്തരും ഈ ലോകത്ത് എത്താൻ അവർ കാരണം വിൽ ബി ഫൈൻഡിങ് ഔട്ട്, ആൻഡ് ദാറ്റ് വിൽ മേക്ക് ദ വേൾഡ് ഹീൽ. ഇപ്പം ഒരു മുറിവ് എടുക്കുകയാണ്. ഓക്കെ, നമ്മുടെ കൈമിൽ ഒരു മുറിവുണ്ട്. ആ മുറിവ് ഉണക്കാനായിട്ട് നമ്മുടെ ശരീരത്തിൽ കുറെ സെൽസും അതിനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ ദഹന പ്രക്രിയ എടുക്കാം, അതിൽ വേണ്ടിയിട്ടുള്ള എൻസൈംസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലുണ്ട്. ഓർ വി ഹാവ് ഓൾ ദോസ് തിങ്സ്. നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ ഈ ലോകം എന്ന് പറയുന്നതും അതുപോലൊരു സംഭവമാണ്. അതിന് എവിടെയെങ്കിലും മുറിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളാണ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടത്, അതിന് സോൾവ് ആക്കേണ്ടത്. അപ്പം നമ്മളെല്ലാവരെയും ഇവിടേക്ക് സൃഷ്ടിച്ചപ്പോൾ we have the ability to do so. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു മുറിവ് ഉണ്ടാവും, ഉണക്കാനുള്ള ആ ഒരു എബിലിറ്റിയോട് കൂടിയാണ് ഇൻബോൺ വി ആർ ഇൻ സച്ച് എ വേ. വി ഹാവ് ടു ജസ്റ്റ് ആക്ട് ഓൺ. ആൻഡ് ഹി വാസ് യൂസിങ്, ജെയിംസ് ജോസഫ് അതായിരുന്നു ഇവിടെ യൂസ് ചെയ്തിരുന്നത്. ആൻഡ് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഞാൻ IT കമ്പനിയിൽ തന്നെ തുടർന്ന് സെർവ് ചെയ്തിരുന്നു എങ്കിൽ എനിക്ക് ഒരുപാട് ആളുകൾക്ക് ചാരിറ്റി നൽകാമായിരുന്നു, or I could donate a lot of money, but I could never heal a person who is suffering from diabetes. ഒരു പ്രമേഹ രോഗിയെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. Today lakhs of people are using his products and finding themselves സ്വന്തത്തിന് എന്താണ് പ്രമേഹ രോഗം. ആൻഡ് ചക്കയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ എൻ്റർ ചെയ്യുന്നില്ല. പ്രമേഹം മാത്രമല്ല, അതിനു പുറമേയും ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ശമനം നൽകി സ്റ്റഡീസ് ഇറ്റ്സ് കമ്മിങ്, പുറത്തു വരും. ആൻഡ് ഓക്കെ, ആൻഡ് ഐ ടേം ഇറ്റ്, ഈ എന്റർപ്രണർഷിപ്പിലൂടെയുള്ള ആ ഒരു സംഭവത്തിലെ ആ ഒരു ടേണിങ്ങിനെ ഞാൻ വിളിക്കുന്നത് ഏൺ ആൻഡ് സെർവ് എന്നാണ്. നമ്മൾ
നമുക്ക് ഏർണിങ്സ് ഉണ്ടാവും. ആസ് എന്റർപ്രണേഴ്സ് വി വിൽ ബി ഹാവിംഗ് ഏർണിങ്സ് ആൻഡ് ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പാർട്ട്. നമുക്ക് ഏർണിങ്സ് ഉണ്ടാവാനുള്ളത് ഒരു എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം ഒരു ഡ്രൈവിംഗ് എനർജിയോ അല്ലെങ്കിൽ നമ്മളെ കമ്പനിയെയോ അല്ലെങ്കിൽ നമ്മളെ വിഷനെയോ ഡ്രൈവ് ചെയ്യുന്നത് ആ ഒരു സംഭവം തന്നെയാണ്, ദിസ് എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്സ് ആൻഡ് ഓൾ. ബട്ട് ഇഫ് വി ആർ ഏബിൾ ടു സെർവ് വിത്ത് ദാറ്റ് ഏർണിങ്സ്, ദാറ്റ് ഈസ് ദ മോസ്റ്റ് ബിഗസ്റ്റ് ഹാപ്പിനെസ് ദാറ്റ് വി ക്യാൻ എവർ ഹാവ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു വിഷനിലൂടെ നമുക്ക് ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മുറിവ് അല്ലെങ്കിൽ നമ്മളിൽ അർപ്പിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉണക്കണം എന്ന് കൽപ്പിക്കപ്പെട്ടില്ലെങ്കിൽ ആ ഒരു അർപ്പണബോധത്തിലുള്ള ആ ഒരു മുറിവ് നമുക്ക് ഉണക്കാൻ സാധിച്ചാൽ ദർ ഇസ് നത്തിങ് മോർ ഹാപ്പിനെസ് ദാൻ ദാറ്റ് ഫോർ എവറി വൺ. എല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ എതിർപ്പ് ഉണ്ടാവില്ല, ഐ ബിലീവ്. ഓക്കെ, ആൻഡ് യാ ഓക്കെ, സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് ഞാൻ മുമ്പ് ഒരു സംഭവം നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു സെക്കൻഡ് ഫേസിലാണെന്ന് തോന്നുന്നു, ഒരു ഫസ്റ്റ് ഫേസ് ഒരു പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ് ആൻഡ് എൻവയോൺമെന്റ് സറൗണ്ടിങ്സിലെ മെത്തേഡിൽ, എല്ലാ മെത്തേഡിലും ഓക്കെ, ഈ ഒരു സംഭവം എല്ലാ മെത്തേഡിലും ആപ്ലിക്കബിൾ ആണ്. നമ്മൾക്കുള്ള ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കുള്ള കഴിവിനെ കുറിച്ച് ലോകം എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം. ഐ തിങ്ക് യു ഓൾ ഗോട്ട് ദ ഐഡിയ. അപ്പം ഞാൻ നിങ്ങളോ പറഞ്ഞ് കൃഷിയുമായിട്ടുള്ള സംഭവം അങ്ങനെ ഒരു ഡിസ്കഷൻ പറയുകയുണ്ടായി. അപ്പം ഞാൻ ഇതിനു മുമ്പേ ഐ തിങ്ക് യു ഓൾ ബി ഫെമിലിയർ വിത്ത് MUN, മോഡൽ യുണൈറ്റഡ് നേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകുന്ന വിചാരിക്കാം. കുറച്ച് മുമ്പേ ഞാൻ മോഡൽ യുണൈറ്റഡ് നേഷൻസിൽ പങ്കെടുക്കാൻ ഐ വാസ് വെയിറ്റിംഗ്, ഐ വാണ്ട് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ആൻഡ് ഓൾ. ആൻഡ് അന്ന് അതിന് 18 വയസ്സായിരുന്നു. 18 വയസ്സ് ആളുകൾക്ക് മാത്രമേ MUN പ്രവേശനം ഉള്ളായിരുന്നു. അപ്പം എനിക്ക് ലാസ്റ്റ് മാർച്ചിലാണ് 18 ആയത്. അപ്പം അതുവരെ ഞാൻ ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വായിക്കുക അല്ലെങ്കിൽ സ്റ്റഡീസ് മാത്രമേ നടന്നുള്ളായിരുന്നു. ഐ കുഡ് നെവർ ബി പാർട്ട് ഓഫ് ഇറ്റ്. ആൻഡ് അത് കഴിയും നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ വന്ന് അതിന്റെ ഓഫ്ലൈൻ ഓർ ഫിസിക്കൽ ആയിട്ടുള്ള MUN പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബട്ട് ഐ വാസ് ബീങ് പാർട്ട് ഓഫ് എ വെർച്വൽ MUN, ഇന്റർനാഷണൽ ഗ്ലോബൽ നെറ്റ്വർക്ക് നടത്തിയ ഒരു വെർച്വൽ MUN എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞു. ആൻഡ് അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടോപ്പിക് മസ്റ്റ് ബി വെരി ക്ലോസർ ടു us. ലോകം നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വിഷനെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ, എവിടെ പിടിക്കണം അല്ലെങ്കിൽ നമ്മളെ ചിന്ത എത്ര വരെ എത്തിയിട്ടുണ്ട്, ഓർ ഇപ്പോഴും മറ്റ് ഏതെങ്കിലും രാജ്യത്ത് കണ്ടുപിടിച്ചതോ അല്ലെ എന്നോ കണ്ടുപിടിക്കപ്പെട്ടതോ ആയ കാര്യങ്ങളെ കുറിച്ച് എന്നാണ് നമ്മൾ ഇന്നും ചിന്തിച്ച് തലമുണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ലെവലിൽ വേർ വി ഹാവ് ടു ബിഗിൻ ഓർ വേർ ഇപ്പം നമ്മള് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്ത പോകുന്ന ആ ഒരു വേവ് ലെങ്ത് എത്രയാണ്, സിമ്പിൾ പറഞ്ഞു ലോകത്ത് ആ ചർച്ചയുടെ വേവ് ലെങ്ത് എത്ര ആണെന്ന് കൂടി കിട്ടും. ആൻഡ് ഐ വാസ് യൂസിങ് UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം കമ്മിറ്റി ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തിരുന്നത്. അതിൽ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ LDCs, ലോ ഡെവലപ്ഡ് കൺട്രീസിലുള്ള അഗ്രികൾച്ചറും എൻവയോൺമെന്റൽ ആസ്പെക്ടും ബേസിൽ ചർച്ച ചെയ്യുന്ന ഒരു ഡിസ്കഷൻ. ആൻഡ് അതിൽ പല രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ട് ഓരോ ആളുകൾ വരും, അവിടെ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കും. ആൻഡ് വി വിൽ ബി ഗെറ്റിംഗ് ഐഡിയ, ഓക്കെ ദിസ് ആൻഡ് ദിസ് ഇസ് ഹാപ്പൻ ആൻഡ് വി വാണ്ട് ടു ഫൈൻഡ് സൊല്യൂഷൻസ് ഫോർ ഓൾ ദീസ് തിങ്സ്. ഇങ്ങനത്തെ ചില രാജ്യങ്ങൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അവർ ഇങ്ങനത്തെ പരിഹാരങ്ങൾ ഉണ്ടാക്കി. ഇപ്പോഴും അപ്പൊ മറ്റൊരു രാജ്യത്ത് ആ ഒരു പ്രശ്നം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് എന്താണ് ഓക്കെ, നമ്മുടെ രാജ്യത്ത് അത് കഴിഞ്ഞിട്ട് അതിന്റെ സൊല്യൂഷന് നമുക്ക് കൺവേ ചെയ്ത് കൊടുക്കാൻ കഴിയും. അങ്ങനെ അതിൽ വർക്ക് ഓൺ ചെയ്തപ്പോഴാണ് ഇന്റർനാഷണൽ മോഡൽ യുണൈറ്റഡ് നേഷൻസ് പറയുന്ന മറ്റൊരു സംഘടന, ആൻഡ് ദാറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് വിത്ത് ഓസ്ട്രേലിയൻ എംബസിയും അതോടൊപ്പം തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ അപ്രോച്ച് പ്രോഗ്രാംസ് ആയിട്ടുള്ള UNDP, പിന്നെ WHO വേൾഡ് ഫുഡ് പ്രോഗ്രാമും അങ്ങനെ ആൻഡ് ഐ തിങ്ക് വേൾഡ് ബാങ്ക്, അങ്ങനെ കുറച്ച് എല്ലാ അലീസും ആയിട്ടില്ല, വളരെ കുറച്ച് അലീസും ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഒരു ഓർഗനൈസേഷൻ, ഇറ്റ്സ് കോൾഡ് ഇന്റർനാഷണൽ MUN. അതിന്റെ ഇന്റർനാഷണൽ ക്യാമ്പസ് അംബാസിഡർ ആവാൻ സാധിക്കുകയും ചെയ്തു. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾക്ക് ദാറ്റ് മീൻസ് ഇങ്ങനെ ഇന്റർനാഷണൽ വെന്യൂസ് നിങ്ങളുടെ വ്യൂസും കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള വെന്യൂസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ യു ക്യാൻ contact me or something and I can arrange or I can take you to such MUNs. എനിക്ക് നിങ്ങൾ അങ്ങനെ MUNs കണക്ട് ചെയ്യാൻ കഴിയും. That is it. And the next thing is that okay, അങ്ങനെ MUNs നമ്മളെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് is very important. We must be very fluent with English and very
contented with the topic what we are going to present. നമ്മൾ എന്താണ് ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ഉണ്ടാവണം. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മളെ വിഷൻ അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു വിഷനെ കുറിച്ച് വിൽ ബി ബോധഡ് എവറി ടൈം. എല്ലാ ടൈമും നമ്മൾ അതിനെക്കുറിച്ച് ബോധേഡ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എന്താ ഓവറായിട്ട് ടെൻഷൻ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഓർ ഐ ടെൽ, ഞാൻ യൂഷ്വലി പറയാറ് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്രോഗ്രാംസിൽ പങ്കെടുക്കേണ്ടത് ക്രൂഷ്യൽ ആണ് എന്നാണ്. ബിക്കോസ് എന്നാൽ മാത്രമേ വാട്ട് വി ഹാവ് ടു ഡു ഓർ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. നമ്മൾ വെറുതെ ഈ നമ്മുടെ സഞ്ചാരിയുടെ അവതാരകം പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്, നമ്മൾ ഈ ലോകത്തിന്റെ ഒരു മൂലയിൽ നിന്ന് ഇവിടെയുള്ള കൊച്ചു കൊച്ചു മനുഷ്യന്മാരുമായിട്ട് എന്താ മീൻ വാക്കേറ്റം ഉണ്ടാക്കി നിൽക്കാതെ ലോകത്തേക്ക് കയറി ചെല്ലുക. അവിടെ നമ്മളെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് ഡയറക്ഷൻസ് തരാൻ അല്ലെങ്കിൽ നമുക്ക് ലൈഫ് എക്സാമ്പിൾസ് ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ടോപ്പിക്സ് തന്നെ വർക്ക് ചെയ്ത ആളുകൾ, അതിൽ എന്താ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ, വേൾഡ് വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടും. ആ കാര്യങ്ങളെ അങ്ങനെ ഒരു തിങ്കിങ് ഓർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്താദിശ മാറി. വി ആർ ഇൻ സം അതർ ലെവൽ, നമ്മുടെ ലെവല് മാറി. നമ്മൾ പിന്നെ ഇവിടെയുള്ള സിമ്പിൾ കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് പരിഹാരം കാണാൻ കഴിയും. ഇറ്റ്സ് ഈസി ബിക്കോസ് വി ആർ തിങ്കിങ് ഇൻ എ നെക്സ്റ്റ് ലെവൽ. മറ്റൊരു തരത്തിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആൻഡ് ഇപ്പം എനിക്ക് കിട്ടിയ ഒരു ഫീച്ചർ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയൊരു ക്വാളിറ്റി, ഇറ്റ്സ് നോട്ട് ക്വാളിറ്റി, ഔട്ട്കം എന്നുള്ളത്. ഇപ്പം ടിലേജ് ട്രെൻഡിങ്ങിന്റെ ഒരു ക്യാമ്പയിൻ വരാൻ പോകുന്നുണ്ട്. നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് അനൗൺസിങ്ങുമായി ബന്ധപ്പെടുത്തിയിട്ട് ടിലേജ് ട്രെൻഡിങ്, കൃഷി ചെയ്യുക എന്നാണ്. ഇപ്പം അതിന് ഇംഗ്ലീഷാണ് ടിലേജ് ട്രെൻഡിങ്. #ടിലേജ് ട്രെൻഡിങ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ അതിന്റെ ഡിസ്കഷൻസ് നടക്കുമ്പോൾ ആദ്യം പറഞ്ഞു, ഓക്കെ നമുക്ക് കേരളത്തിൽ ഫോക്കസ് ചെയ്ത് നടത്താം. ഓക്കെ, കേരളത്തിലുള്ള ആളുകളോടൊക്കെ ചോദിച്ച് കേരളത്തിലെ സെലിബ്രിറ്റീസിനെയും ഇൻഫ്ലുവൻസേഴ്സിനെയും ഒക്കെ ഫൈൻഡ് ചെയ്തിട്ട് ദാറ്റ് വി ക്യാൻ മേക്ക് എന്താണ് നമ്മുടെ നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കണ്ടന്റ് ആയിട്ട് ഒരു ഐഡിയ ആയി മാറ്റാം എന്നതിൽ നിന്ന് ആ ക്യാമ്പയിൻ ഒരു ഗ്ലോബൽ ക്യാമ്പയിനായി മാറ്റാനുള്ള വിഷൻ വന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾ വന്നു. ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലും നമുക്ക് പരിചയക്കാരുണ്ടായി എന്നുള്ളതാണ്. അപ്പം അതൊക്കെ നമ്മുടെ എന്റർപ്രൈസില്, നമ്മുടെ ബിസിനസ്സില്, നമ്മുടെ വിഷനില്, ഇപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒക്കെ എന്താണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ കഴിയും. ആൻഡ് ജസ്റ്റ് എ മിനിറ്റ്, ഷെറിൻ സാർ, when should I stop? Is കേൾക്കാൻ പറ്റിയോ? അല്ല, ഒരു 10 minutes കൂടി പോവാം. 10 minutes we'll wind up. Okay, fine, that's fine. So okay, I was been talking about what should we make or നമ്മൾ എങ്ങനെ ബന്ധപ്പെടണം എന്നതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞിരുന്നത്. ഓക്കെ, ആൻഡ് ദ വേൾഡ് വൈഡ് ആയിട്ടുള്ള സമയങ്ങളെ കുറിച്ച്. Now I'll take you to the next thing. ഇതിന് ലാംഗ്വേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കേണ്ടത്, വി മസ്റ്റ് ബി വെരി ഫ്ലുവൻറ്റ് ആൻഡ് ആപ്റ്റ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ടെർമിനോളജീസ് ഒക്കെ ഉണ്ട്. അവിടെ പോയ ഫുൾ ടെർമിനോളജീസിന്റെ കളിയാണ് ഉണ്ടാവുക. ഫസ്റ്റ് MUN പോയപ്പോൾ ഐ വാസ് ലൈക്ക് വാ, ഓക്കെ, ദാറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്. അവിടെ പോയി ഇപ്പം നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ കൂടി നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിരിക്കണം. ഡീപ്പായിട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷിൽ വളരെ എന്താണ് എക്സ്പെർട്ടൈസ് ആയിരിക്കണം. ആൻഡ് ചില സംഭവമൊക്കെ നമുക്ക് ലിസണിങ് തന്നെ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ബിക്കോസ് ഫോറിനേഴ്സ് ആണ്, എസ്പെഷ്യലി ഫോറിനേഴ്സ് സംസാരിക്കുമ്പോൾ. ആൻഡ് ദാറ്റ് വാസ് എ മൊമെന്റ് ഐ അണ്ടർസ്റ്റുഡ് ദർ ആസ് അമേരിക്കൻ ഇംഗ്ലീഷ്, UK ഇംഗ്ലീഷ്, ഇന്ത്യൻ ഇംഗ്ലീഷ്. അതിനെ പറഞ്ഞ ഓരോ കൺട്രീസിനും അവരുടേതായിട്ടുള്ള ഇംഗ്ലീഷ് ഉണ്ട്. ഇന്തോനേഷ്യൻ ഇംഗ്ലീഷ്, ഫിലിപ്പിയൻ ഇംഗ്ലീഷ്, തായ്ലാൻഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ട് they have their slang and also so we could never add to that. അപ്പോൾ നമ്മൾ അതിലൊരു ഡീപ്പ് എക്സ്പെർട്ടൈസ് ഉണ്ടാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ആൻഡ് I'll take you back to the topic where we discuss about this. We serve and earn. സേവിച്ചുകൊണ്ട് ഏൺ ചെയ്യുക. ഞാൻ മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായി, there are 4 types of entrepreneurs. 4 ടൈപ്പ് entrepreneurs ഉണ്ട്. ഒന്ന്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. സാധാരണ ഒരു പീടിക കച്ചവടം അല്ലെങ്കിൽ ഒരു ഷോപ്പ്, they have something to sell, then there are people to buy. They can communicate and they can make a platform closing
to a customer, and that is okay. And there is nothing visionary to people or to the world. That is one thing. The next thing is ഈ സെയിം സംഭവം കുറച്ച് ഹയർ ലെവലിൽ ഒരു LPP ലെവൽ, ഒരു കമ്പനി ലെവലിൽ വർക്ക് ചെയ്യുന്നതാണ് the second thing. And there is a third and fourth thing. Third and fourth thing, like I usually call students or youngsters to the third and fourth thing. The third thing is very simple. നമുക്കൊരു ഐഡിയ ഉണ്ട്, or world has a problem. We have a solution, we are going to implement it, and we will be having, നമ്മൾ എന്താണ് അതിന് പേയ്മെന്റ് വാങ്ങും, or നമ്മൾ അത് സെല് ചെയ്യുക ചെയ്യുന്നത്. We are going to sell it. അവിടെ അത് കൈപ്പറ്റുന്ന ആളുകൾക്ക് they will be having a solution. അവർക്ക് അവരുടെ സൊല്യൂഷൻ കിട്ടും, and we will be earning. There is no commitments in അവിടെ വാല്യൂസ് ഇല്ല. അല്ലെങ്കിൽ സിമ്പിൾ ആയി പറഞ്ഞാൽ ഓക്കെ, ഒരാൾക്ക് വെറുതെ കൊടുക്കുകയല്ല. നമ്മുടെ കമ്പനി ലാഭകരമായി മുമ്പോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റബിൾ അല്ലാതെ കംപ്ലീറ്റ് പ്രോഫിറ്റിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട് മുമ്പോട്ട് പോകണം. ആൻഡ് അവിടെ ഇഫ് അവർ വിഷൻ ക്ലിയർ ആണെങ്കിൽ നമുക്ക് കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും, ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവം വാങ്ങും, ദാറ്റ് വിൽ സെയിൽ ഓൺ. ആൻഡ് ഐ എം വെരി ക്യൂരിയസ്, ഓർ ഐ എം വെരി എക്സൈറ്റഡ് ടു ടെൽ യു ദ തേർഡ് തിങ്, ഓർ സോറി ദ നെക്സ്റ്റ് തിങ്. അടുത്തൊരു മോഡ് ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, നമുക്കൊരു ഐഡിയ ഉണ്ട്, ലോകത്തിന് അത് ആവശ്യമുണ്ട്, ആൻഡ് ലോകത്തിലെ ഗ്രൗണ്ട് റൂട്ട് ലെവൽ ആളുകൾക്കാണ് അത് ആവശ്യം, ഓർ വി ആർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അങ്ങനെ ഒരു കാര്യത്തിന് നമ്മൾ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്, ആൻഡ് വി ആർ നോട്ട് ഹാവിങ് എനി പ്രോഫിറ്റ്. നമ്മൾ ജീവിക്കാനുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു ടേൺ ഓവർ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിൽ മുന്നേറുന്നത്. ഓർ വി ഹാവ് ഇംപ്ലിമെന്റഡ് ദാറ്റ് ബിസിനസ് ഓർ ദാറ്റ് ഐഡിയ ഓർ ദാറ്റ് വിഷൻ ജസ്റ്റ് ഫോർ ദ വെൽബീങ് ഓഫ് പീപ്പിൾ. പീപ്പിളിന്റെ വെൽബീങ്ങിനെ മാത്രം ബിഗിൻ ചെയ്യുന്ന ഒരു സംഭവം. ആൻഡ് ദർ ആർ ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. ബട്ട് ആ ഓർഗനൈസേഷൻ മാറ്റി അതൊരു കമ്പനി ലെവലിലേക്ക് ബ്രാൻഡ് ചെയ്തുകൊണ്ട് +2 മീൻ ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ കേരള എഡിഷൻ കിട്ടും നമുക്ക്. സൈക്കിൾ നമ്മുടെ ബൈസിക്കിള് വാട്ട് യു കോൾ ഫോർ ദം, സൈക്കിൾ വാല ആളുകളില്ലേ, മീൻ സൈക്കിൾ കാർഡ് യൂസ് ചെയ്ത ആളുകൾക്ക് അവരുടെ ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഇവന്റ് ആയിട്ട് മാറ്റിയ ആതിഫ് ആലം, ഐ തിങ്ക് ഇർഫാൻ ആലത്തിന്റെ ഒരു ലൈഫ് സ്റ്റോറി ഒരു പാർട്ടായി വരുന്നുണ്ട്. ആൻഡ് ഹി വാസ് ഫോക്കസിങ് ഓൺ ദാറ്റ്. ആളുകൾക്കാണ് അവിടെ ശമനം ലഭിക്കേണ്ടത്. And he is getting some warnings, but he is not making it as a big one. And are you big one akanilla? And okay, angana boil that is a big to discuss. There is a big point to discuss, and also I'm not going much to it. And ningalku Google edokya manasilavu who is in man not. Irfan Alam in Google edha madi, you can find all his works and all those things. Okay, I'm just giving a hint. You can work on all those things. ആൻഡ് ഓക്കെ, ഇപ്പം 4 ടൈപ്പ്. ഈ 4 ടൈപ്പും ഓക്കെ, ഈ 4 ടൈപ്പിലും ഇങ്ങനെ ഒരു എക്സാമ്പിൾസ് ഉണ്ട്. ടൈം 10 മിനിറ്റ് പറഞ്ഞുകൊണ്ട് വാസ് മേക്കിംഗ് ഷോർട്ട് ആൻഡ് ദർ ഇസ് എ ബിഗ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഓരോ ടൈപ്പ് കമ്പനീസ്. സാധാ ബിസിനസ് എടുക്കുകയാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആൻഡ് ദ വൺ തിങ് ഇസ് ദാറ്റ് വി മസ്റ്റ് ബി ഫോളോയിങ് എവറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എന്താ നമ്മൾ എവിടെയാണോ ചെയ്യുന്നത് അവിടുത്തെ എല്ലാ നിയമവ്യവസ്ഥകൾക്കും ഉള്ളിൽ നിന്നിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ദോഷകരമല്ലാത്ത വിഷൻസ് മാത്രമേ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പറ്റൂ. ആൻഡ് ദാറ്റ് വി കോൾ ഇറ്റ് ഈ എന്റർപ്രണർഷിപ്പിന്റെ ഗോൾ സെറ്റിംഗ് ഭാഗത്താണ് അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറ്. ആൻഡ് സിമ്പിളായി പറഞ്ഞാൽ ഓക്കെ, നമുക്കൊരു വിഷൻ ഉണ്ട്, നമുക്കൊരു ഐഡിയ ഉണ്ട്. നമുക്കുണ്ടാവുന്ന വിഷനും ഐഡിയയും ഒരു കാരണവശാലും എനിക്കോ ഓർ സ്വന്തം ഇപ്പം എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയ എനിക്കോ എന്റെ കുടുംബത്തിനോ ഞാൻ ജീവിക്കുന്ന സമൂഹത്തിനോ ഈ ലോകത്തിനോ തന്നെ എതിരായിട്ടുള്ളതാവാൻ പാടില്ല. ദാറ്റ് മസ്റ്റ് ബി യൂസ്ഫുൾ. ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും, ഞാൻ അടങ്ങുന്ന എല്ലാ ജനങ്ങൾക്കും അതിനെ കൊണ്ട് ഫലം ഉണ്ടാവണം. അങ്ങനെ ഒരു സംഭവം മാത്രമേ നമ്മൾ എന്റർപ്രൈസ് ചെയ്യേണ്ടതുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വിഷന്റെ മേലെ വർക്ക് ചെയ്യേണ്ടതുള്ളൂ. ആൻഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ there are people who works for ഈ ടെററിസ്റ്റിന്റെ വലിയ തലപ്പത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, മീൻ there are big ഓരോ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെയും വലിയ ആൾക്കാർ, അവർക്കും ഒരു വിഷൻ ഉണ്ട്. അവർക്ക് മീൻ ഐ എം ടേക്കിംഗ് ടു വിഷൻ, ബട്ട് their vision is not good for the whole world.
അവർക്കുള്ള വിഷൻ, അവർക്കും വിഷൻ ഉണ്ട്. പക്ഷെ അവരുടെ വിഷൻ എന്താണ്? ലോകത്തിന് നന്മ പരത്തുന്നതിൽ യാതൊരു ബന്ധവുമില്ല. അവരെ ഹിഡൻ അജണ്ടയുടെ ബാക്കിൽ വർക്ക് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ വിഷൻ സെറ്റ് ചെയ്യുമ്പോൾ വി മസ്റ്റ് ബി വെരി ഷുവർ അബൌട്ട് we can make it a positive, negative, neutral. What is it? In a positive side, ഏറ്റവും പ്ലസ് സംഭവം വരുന്ന വിഷൻസ് മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ. മറ്റൊരാൾക്ക് ഹെൽപ്പ് മറ്റൊരാൾക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെർവ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ there is no use of it. നമ്മൾ എക്കണോമിക് പാർട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഇപ്പം ഞാനൊരു സംഭവം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ, ഞാനൊരു സംഭവത്തിന് മേൽ വിഷൻ വെച്ചിട്ടുണ്ട്, ഞാനൊരു സംഭവത്തിന് മേൽ റിസർച്ച് ചെയ്യുന്നുണ്ട്, ആ റിസർച്ച് കൊണ്ട് ലോകത്തുള്ള ഒരാൾക്കും അല്ലെങ്കിൽ എനിക്ക് ഉപകാരം ഇല്ലെങ്കിൽ വി ആർ നോട്ട് ഗെറ്റ് എ മാർക്കറ്റ്. ഇപ്പം നമ്മൾ ഇപ്പം ഇനി ബിസിനസ് മാൻസിൽ ഇപ്പൊ ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ സെയിൽസിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ക്യാൻ യു പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ് or please unmute, then I can make it a little bit കുറച്ചുകൂടി explain ചെയ്തു തരാൻ കഴിയും. Anyone who is having a business or something? അല്ലെങ്കിൽ ചാറ്റിൽ വന്നാലും മതി. I'll make it okay. Yes or no? ബിസിനസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടോ? ഓക്കെ ഫൈൻ. അപ്പം അല്ലെങ്കിൽ ഓക്കെ സാദിഖ്. ഓക്കെ സാദിഖ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? സാദിഖ് ഓക്കെ നിങ്ങൾ ഏത് ബിസിനസ് ആണ് ചെയ്യുന്നത്? എന്താണ് ചെയ്യുന്നത്? ഇല്ല അങ്ങനെയൊന്നുമില്ല, ഷോപ്പാണ്. ഷോപ്പിൽ. ഓക്കെ. അപ്പം നിങ്ങൾ രാവിലെ ഷോപ്പിൽ പോണതിന് മുമ്പ് ഇന്ന് എത്ര കസ്റ്റമേഴ്സ് വരണം? അല്ലെങ്കിൽ എന്ത് ഷോപ്പാണ്? ഓക്കെ, ഗ്രോസറി ഷോപ്പ്. ഓക്കെ. അപ്പം അവിടെ എങ്ങനത്തെ കസ്റ്റമേഴ്സ് ആണ് അവിടെ വരാറ്? സാധാരണക്കാര്. ഓക്കെ. അപ്പം ഓക്കെ, ദാറ്റ് ഈസ് എ പോയിന്റ്. ഓക്കെ, താങ്ക് യു സാദിഖ്, താങ്ക് യു. അപ്പൊ നമ്മൾ ഈ ഒരു കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പോ ബിസിനസ്സോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം. ഇങ്ങനത്തെ ആളുകളാണ് എന്റെ കസ്റ്റമേഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു ആവശ്യമുള്ള ഇത്ര പെർസെന്റേജ് ആളുകൾ ലോകത്തുണ്ട്. അപ്പം അവരൊക്കെ എന്താണ്? എന്റെ സർവീസ് ആവശ്യമുള്ളവരാണ്. അപ്പം വി ആർ ഗോണ സെൽ ടു ദം. നമ്മൾ അവർക്കാണ് നമ്മളെ കസ്റ്റമർ, വി കോൾ ഇറ്റ് കസ്റ്റമർ പിക്ചർ ഓർ കസ്റ്റമർ DP ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ആ കസ്റ്റമർ, ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആരാണോ അത് വാങ്ങേണ്ടത്, ആ വാങ്ങേണ്ടയാളെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുംപുറത്ത് വിൽക്കുന്ന സംഭവം ആ ഒരു കോലത്ത് കൊണ്ടുപോയിട്ട് മാളിൽ കൊണ്ടുപോയി വിറ്റാല് സംഭവം നടക്കൂല. നാട്ടിൽ ചന്തയിൽ വിൽക്കുന്ന സെയിം കപ്പ് തന്നെയാണ് മാളിൽ പോയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത്. ഓക്കെ. അപ്പം കസ്റ്റമൈസേഷൻ വേണം. ഓരോ കസ്റ്റമറിനനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്. ആൻഡ് ഒരു ഞാനിപ്പം എൻ്റെ ഒരു ഇതിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഡിലൈറ്റ് ഷെൻഡിങ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഫൈൻഡ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഓക്കെ അവരിപ്പോ രാവിലെ എണീച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുക. അപ്പം അവരുടെ ലൈഫിൽ ഈ ടൈം എത്തുമ്പോൾ ഓക്കെ ഒരു 10 മണിയാകുമ്പോൾ എന്റെ പ്രൊഡക്റ്റിന് ഒരു ആവശ്യമുണ്ട്. ഇപ്പം അവർക്ക് ആ പ്രൊഡക്റ്റ് അവിടെ കിട്ടാനില്ല. അവര് എന്താണ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടാണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു സംഭവം അവിടെ എത്തിയാൽ അവർക്ക് ഹെൽപ്ഫുൾ ആവും. അങ്ങനെ ആ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ആ ഒരു പിക്ചർ, അങ്ങനത്തെ ഈ ലൈഫ് സ്റ്റൈൽ ജീവിക്കുന്ന ഈ ഒരു ജീവിത രീതി പിന്തുടരുന്ന ഇത്രയും ആളുകളുണ്ട്. അപ്പം ഇത്രയും ആളുകൾക്ക് എന്റെ പ്രൊഡക്റ്റ് സെയിൽ ആവും. ആൻഡ് ദാറ്റ് വിൽ ബി വർക്കിംഗ്, ദാറ്റ് വർത്ത് ഇറ്റ്. ഓക്കെ. ആൻഡ് ദിസ് ഇസ് സം അതർ തിങ് ഓഫ് ഓൾ ദിസ് എന്റർപ്രണർഷിപ്പ്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ഓൺലി 2 minutes. ഓക്കെ, ദെൻ ഓക്കെ ഞാൻ അവിടെ ഒരു പോസ് ഇട്ടതാണ്. ഐ ഹാവ് ജസ്റ്റ് പോസ്റ്റ് ദാറ്റ് പാർട്ട്. നൗ ഐ ഗിവ് സംതിങ് എൽസ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരത്തെ പറഞ്ഞ MUN പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ബന്ധപ്പെട്ടാൽ മതി. ആൻഡ് മറ്റ് അസോസിയേഷൻസ് ഓർഗനൈസേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്റർനാഷണൽ മോഡൽ യുണൈറ്റഡ് നേഷൻസിനെ വ്യത്യസ്തമാക്കുന്നത് ഞാൻ അതിന്റെ അംബാസിഡർ ആയിട്ട് നിങ്ങൾ പറയാണ്, വ്യത്യസ്തമാക്കുന്നത് ഇതിന് റെക്കഗ്നൈസേഷൻ തന്നെയാണ്. ഓസ്ട്രേലിയൻ എംബസി UNOയുടെ 3 ഡിപ്പാർട്ട്മെന്റ് recognition. It is recognized by 3 of the departments of UN. അപ്പം ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് MUN. ദാറ്റ് മീൻസ്
IMUN നടത്തുന്ന MUN പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വെക്കരുത്. യു വാണ്ട് ടു മേക്ക് ഇറ്റ് ബേഴ്സ്റ്റ് ഇറ്റ് ഔട്ട്. നിങ്ങൾക്ക് അത് ബേഴ്സ്റ്റ് ചെയ്യണം. ലോകത്ത് അതിനെക്കുറിച്ച് എന്താണ് ചർച്ചകൾ നടക്കുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ അവബോധരായിരിക്കണം. അപ്പം അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. കണക്ട് യു. ഐ സേ ദ സിമ്പിൾ തിങ്. നമ്മളിപ്പം ഫിസിക്കൽ ആയിട്ടുള്ള MUN ആണെങ്കിൽ ദാറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഒരു ഇന്ത്യൻ റുപ്പീസ് നിയർലി 50,000 rupees ഒക്കെ ആണ് ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഓഫ്ലൈൻ MUN ഉണ്ടാവുക. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ എ 5-star ഹോട്ടലിൽ സാധാ ഒരു MUN, സാധാ ഒരു യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി എവിടെയാണോ നടക്കുന്നത് അതുപോലെയുള്ള സെറ്റപ്പിലേക്ക് ഉണ്ടാവുക. ആൻഡ് ദിസ് ഓൺലൈൻ തിങ് എന്നെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് ഈസ് വെരി ഹെൽപ്ഫുൾ. ബിക്കോസ് ഫൈൻ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് ഞാൻ ചിന്തിക്കുന്ന എന്റെ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടണം എന്നുള്ളതായിരുന്നു ഞാൻ MUN പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, ഓർ ടു കീൻ ഓൺ ദാറ്റ്. അല്ലാതെ ഇറ്റ് വാസ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഓക്കെ എനിക്ക് ആ രാജ്യങ്ങളിൽ പോകണം, അവിടെ സംഭവം ഇതാക്കണം, അതൊന്നും അല്ലായിരുന്നു. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ എന്റെ വിഷനോട് സിമിലർ ആയിട്ടുള്ള വിഷനുള്ള ഒരുപാട് ആളുകളെ കണ്ടെത്തണം, അവരുമായിട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറിയണം around the globe. അപ്പം അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് ടു മീ ആൻഡ് ഐ വിൽ ഗിവ് മൈ ഡീറ്റെയിൽസ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ. ആൻഡ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മുമ്പ് സാറ് പറയുകയുണ്ടായി, ഹീലിംഗ് ലൈറ്റ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഞാൻ. അപ്പം ഇവിടെ ഒരുപാട് ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള പ്രോഗ്രാംസ് നടക്കാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇനി MUN പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ലാംഗ്വേജ് ഒരു തടസ്സമാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ, ഓക്കെ ഐ എം നോട്ട് ഹാവിംഗ് എ ഗുഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ് നല്ലോണം കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്നാർക്കും ധരിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഇന്ന് ഈ മാസം സെപ്റ്റംബർ മുതൽ നമ്മളൊരു പുതിയ കോഴ്സ് അനൗൺസ് ചെയ്തിരുന്നു. 3F English, free fearless English, free fearless and fluent English എന്ന് പറഞ്ഞിട്ട് ബേസിക് മുതൽ സ്പീച്ച് ക്രാഫ്റ്റ് വരെ 5 ഡിവിഷൻസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ നിങ്ങളെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ ബന്ധപ്പെടാം. ആൻഡ് ഇന്നൊരു ബാച്ച് തുടങ്ങി, 13th നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ബാച്ച് ഫുള്ളാണ്. ദ സെക്കൻഡ് ബാച്ചിലേക്കുള്ള ആളുകളും ഫുൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. And you could make your language better there. And ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം പറയുകയുണ്ടായി, എന്റർപ്രണർഷിപ്പിലെ ഗോൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ അതിനെ ഗോൾ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത്. There are simple goal settings and all, and more than that the goal with gratitude is very important. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വെബിനാർ സീരീസ് ഫ്രീ ആയിട്ട് എല്ലാ മാസവും നമ്മുടെ ഹീലിംഗ് ലൈറ്റ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നടക്കാറുണ്ട്. That is a free course. Registration fee ആയിട്ട് ഒരു 100 രൂപ മാത്രമേ വാങ്ങാറുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് എ ലൈഫ് ചേഞ്ചിങ് വർക്ക്ഷോപ്പ്. അത് നമ്മുടെ CRSന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പം ഒരുപാട് ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ട് അത് യൂസ് ചെയ്യാതെ പോയി. അപ്പം ആവശ്യക്കാർക്ക് മാത്രം ജോയിൻ ചെയ്താൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്, വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് ബാക്കിയുള്ള അവസരം നഷ്ടപ്പെടുത്തേണ്ടതില്ല എന്ന് കരുതിയിട്ടാണ് ഒരു 100 രൂപ രജിസ്ട്രേഷൻ ഫീ ഇട്ടത്. ആൻഡ് ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ഓഫ് ദാറ്റ് ഫുൾ അഡൾട്ട്സ്. ആ ഒരു രീതിയിലാട്ടോ വരുന്നത്. ഒരു 20, 25, 30 വയസ്സുള്ള ആളുകൾ, കുട്ടികൾക്കും ദാറ്റ് ഈസ് ഗോണ മേക്ക് മിറാക്കിൾസ് ഇൻ യുവർ ലൈഫ്. ഗ്രാറ്റിറ്റ്യൂഡ് വെബിനാർ സീരീസ് നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് ഉണ്ടാക്കാൻ സഹായിക്കും. ആൻഡ് 100 രൂപ ഒരു രജിസ്ട്രേഷൻ ഫീസ് മാത്രം. അതുപോലെ ഇംഗ്ലീഷിന്റെ കോഴ്സിന് 1000 രൂപ മാത്രമേ ഫീസ് ഉള്ളൂ. ഇപ്പം ഓഫറാണ് 2000. ഇപ്പം ബേസിക് ലെവൽ 1ന് 2000 രൂപയാണ് ഫീസ്. 13 hours ട്രെയിനിങ് ആണ് ഉണ്ടാവുക. ആൻഡ് അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഇഫ് യു വാണ്ട് ഫോർ ദ ഡീറ്റെയിൽസ് യു ക്യാൻ കോൺടാക്ട് മീ. നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ MUN എന്തുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഓർ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്താൽ മതി, ഓർ അല്ലെങ്കിൽ എന്റെ നമ്പർ ഞാൻ ചാറ്റ് ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടാൽ മതി. ആൻഡ് ഐ വിൽ ബി ഓൾവേസ് ഹിയർ ടു ഹെൽപ്പ് യു. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ എന്റെ എന്റർപ്രണർ ആവാൻ ആർക്കെങ്കിലും എന്തെങ്കിലും തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒരു പെട്ടെന്ന് ഒരു പൊട്ടിമുളിച്ച് എന്റർപ്രണർ ആയതല്ല. ഇതിനു മുമ്പ് 1-2 ഞാൻ ഒറ്റക്കല്ല, ഹാവ് എ ടീം ഓഫ് മൈ ഓൺ. എന്റെ ഫാമിലിയോ ഒന്നും അല്ലാതെ എന്റെ ഫ്രണ്ട്സ് ആയിട്ട് എനിക്ക് ഒരു ഔട്ട് ബോണ്ട് ടീം ഉണ്ട്. ആ ടീമിന്റെ കൂടെ
2 പ്രോജക്ട്സ് ഓൾറെഡി റണ്ണിങ് ഉണ്ട്. ആൻഡ് അതിലേക്കൊന്നും കടക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പാർട്സ് വരെ നിർത്തിയത്. അപ്പം ആർക്കെങ്കിലും ഒരു എന്റർപ്രണർ ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡയറക്ഷൻസ് വേണമെങ്കിൽ, യു ക്യാൻ പ്ലീസ്, I request you to contact me. I have millions of reference or ideas to give you. നിങ്ങൾക്ക് entrepreneurship ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്നെ ബന്ധപ്പെടാം. ആൻഡ് there are lots of people who have lots of more experience than me. എന്നെക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ ഉണ്ട്. ബട്ട് ഇതിന്റെ ഒരു സയന്റിഫിക് അപ്രോച്ച് ഒരു ട്രെയിനിങ്ങിൽ NSDCന്റെ ആ ഒരു വിന്നർ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് നേരിട്ടുള്ള ഒരു ട്രെയിനിങ് ലഭിച്ചിരുന്നു. സോ ഐ ഹാവ് ഗോട്ട് ലോട്ട്സ് ഓഫ് ഐഡിയ അബൌട്ട് ദാറ്റ്. ആൻഡ് നിങ്ങളോട് എനിക്ക് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും സ്റ്റുഡൻസിനെ ലെറ്റ് ദം തിങ്ക്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ടീം ഉണ്ട് പറഞ്ഞില്ല, ആ ടീം 10th കഴിഞ്ഞപ്പം ഒരു പ്രൊജക്ട് ചെയ്തു. ആൻഡ് 11th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ പ്രൊജക്ട് ചെയ്തു. അങ്ങനെ 2 പ്രോജക്ട്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. ആ പ്രോജക്ട്സ് നമുക്കിനി മെർച്ചൻഡൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമേ ഉള്ളൂ. വി നോ ദാറ്റ് ഇസ് ഗോണ വർക്ക്. അത് നടക്കുന്ന ഉറപ്പുള്ള അല്ലെങ്കിൽ പ്രാക്ടിക്കലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത പ്രോഡക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പം കുട്ടികൾക്ക് ചിന്തിക്കാൻ വിട്ടുകൊടുക്കുക. They will be having wonderful solutions and they will find their own opportunity to expertise it. അതിൽ എക്സ്പെർട്ടൈസ് ചെയ്യാൻ അവരുടെ അവസരങ്ങൾ കണ്ടെത്തും. Let them think and that is it. Let them become entrepreneurs. Everyone become entrepreneurs. Spread this idea. That is it. Assalamu alaikum.